എവിടെയോ ഞാൻ എഴുതിയൊരു ചെറുകഥയെ പറ്റിയാണ് പറയുന്നത്. ഏതോ മാസികയുടെ ഓണപ്പതിപ്പില് വന്ന കഥയാണ്. കഥയുടെ ടൈറ്റിൽ മറന്നു. നൂറുകണക്കിൽ കഥയുണ്ട്. അതൊക്കെ ഏതൊക്കെ സമാഹാരത്തിലാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഏതോ സമാഹാരത്തിൽ അത് ഉണ്ട്. ഏതോ പുസ്തകം ടെക്സ്റ്റ് ബുക്ക് ആക്കിയപ്പോൾ അതിൽ ഈ കഥയുണ്ടെന്നാണ് തോന്നുന്നത്. അതിന്റെ വിഷയം എന്താന്ന് ചോദിച്ചാൽ, ഹിമാലയത്തിലുള്ള ഒരു സന്യാസി വളരെ വ്രതങ്ങളുള്ള ആളാണ്. നമ്മളെയൊക്കെ ഉയർത്തുന്നത് ചില കാര്യങ്ങളിൽ വ്രതങ്ങൾ ആവശ്യമാണ്, മാറ്റല്ല. ഈ ഗുണം നമുക്കുണ്ടാവണം. ഈ ഗുണം ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയ ചില ധാരണകളുണ്ട്, നമ്മളെ തെറ്റിക്കരുത്. കൃത്യനിഷ്ഠയുള്ള ആളാണ് കേട്ടോ. 4 മണിക്ക് വരാന്ന് പറഞ്ഞാൽ 4 മണിക്ക് വരും. ചിലപ്പോ ഒരാളുടെ വീട്ടിൽ കാണാൻ പോവാണ്, 4 മണി എന്നുള്ളത് 5 ആയാലും അയാൾ ആ വീട്ടിലുണ്ടാവും. നമ്മൾ കൃത്യനിഷ്ഠപ്പെടുത്തണം. ഇതുപോലെ ഈ സ്വാമിക്ക് കുറെ വ്രതങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ മെഡിറ്റേഷനൊക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ ഏർപ്പെടില്ല. കല്യാണത്തിന് പോവില്ല. കല്യാണങ്ങൾക്ക് പോകാത്തവര്. അതിന്റെ കാരണം അനവധി സമയം പോകുന്ന ആളുടെ വേസ്റ്റ് ആവും. കല്യാണത്തിന് പോയാൽ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകളുടെ വേസ്റ്റ്. കല്യാണം കഴിഞ്ഞു, ഇപ്പോ ആഹാരത്തിനും ക്യൂ നിൽക്കേണ്ടി വരും. അതിനിടയ്ക്ക് എത്രയോ കാര്യങ്ങൾ വേറെ ചെയ്ത് തീർക്കാൻ ഉണ്ടെങ്കിൽ കല്യാണം ഒഴിവാക്കും. മരണ വീട്ടിൽ പോവാത്തവരുണ്ട്. ഇതൊന്നൊരു കുറ്റമാണെന്ന് പറയല്ല. ഇദ്ദേഹം കല്യാണങ്ങൾക്ക് പോവില്ല. വളരെ വേണ്ടപ്പെട്ട ഒരു യുവാവ് അവിടെ ജോലിക്ക് നിൽക്കുന്നുണ്ട്. സ്വാമിയുടെ സഹായിയായിട്ട് ആശ്രമത്തിലുണ്ട്. ഹിമാലയത്തില് ഹരിദ്വാര തുടങ്ങിയുള്ള പശ്ചാത്തലങ്ങൾ, എനിക്ക് ആ പശ്ചാത്തലം വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഹിമാലയമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കഥകൾ ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് നോവല് ശംഭാല ഹിമാലയ പശ്ചാത്തലമാണ്. കാരണം ആ പശ്ചാത്തലം തിരഞ്ഞെടുക്കാൻ കാരണം അതിനെക്കുറിച്ച് വർണ്ണിക്കൽ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ എങ്ങനെ നഗരത്തെ പറ്റി എന്താ വർണ്ണിക്കുക, കുറെ ടെറസ് കെട്ടിടമുണ്ടെന്നു. അപ്പൊ ഹിമാലയത്തെ വർണ്ണിക്കുന്ന പോലെ ഉള്ളോട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ചെറുപ്പക്കാരൻ താമസിക്കുന്നത്. സ്വാമി യഥാർത്ഥത്തിൽ അത്ര ഉള്ളോട്ട് പോയിട്ട് അയാളുടെ വീടൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ആ യുവാവിന്റെ കല്യാണം ആയി. ഈ സ്വാമി കല്യാണത്തിന് പോവോ ഇല്ലയോ ഒന്നും ചെറുപ്പക്കാരൻ അറിയില്ല. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇൻവിറ്റേഷൻ ഒന്നും ഇല്ലല്ലോ, സ്വാമി എന്റെ കല്യാണമാണ് നാളെ 10 മണിക്കാ കല്യാണം, വീട്ടിലെത്ത്, സ്വാമി വരണം. ഒന്നും മിണ്ടിയില്ല. ഒന്നാമത് നിഷ്കളങ്കനായ യുവാവിന് ഈ സ്വാമി കല്യാണത്തിന് പോവില്ല എന്നുള്ള പോലും അറിയില്ല. പോയാൽ ഇതുവരെ പോയ അനുഭവം ഇല്ല എന്നുള്ള വിവരം അറിയില്ല ചെറുപ്പക്കാരന്. അവനെ സംബന്ധിച്ചിടത്തോളം സ്വാമി കല്യാണത്തിന് വരിക എന്നുള്ളത് വലിയൊരു കാര്യമാണേ. അവൻ കണ്ടതിൽ വെച്ച് ദൈവമാണ് ഈ സ്വാമി. പിറ്റേ ദിവസം സ്വാമിക്ക് പനി. സ്വാമി കല്യാണത്തിന് പോകാൻ നിശ്ചയിച്ചു. അപ്പൊ അവിടെ കുറച്ച് ദർഭപ്പുല്ലുകളുണ്ട്, അതിൻ്റെ ഒരു കെട്ടുണ്ട്. ഈ പനി നിങ്ങൾ ഏറ്റെടുക്കൂ എന്ന് ദർഭകളോട് സ്വാമി അപേക്ഷിച്ചു. ദർഭപ്പുല്ലുകൾക്ക് പനി വന്നു, അത് പറയാൻ തുടങ്ങി. സ്വാമി കല്യാണത്തിന് പോയി.
ഇന്ന് എനിക്ക് ഈ വിഷയം പറയാൻ ഈ ദർഭപുല്ലിന്റെ കാര്യം വേണ്ട, ഞാനത് വിശദീകരിക്കുന്നില്ല. സ്വാമി കല്യാണത്തിന് പോയി ഉള്ളോട്ട് വീട് എവിടെയാണ് ഈ ചെറുപ്പക്കാരുടെന്ന് അന്വേഷിച്ച് പിടിച്ച് ഹിമാലയത്തിലുള്ള അവിടെ പോയി കല്യാണം കണ്ടു, അനുഗ്രഹിച്ചു. മടങ്ങിയെത്തിയപ്പോ ചോദ്യം ചോദിച്ചു ഒരാള്, നിങ്ങൾക്കൊരു വ്രതല്ലേ കല്യാണങ്ങൾക്ക് പോയില്ലാന്ന്? പിന്നെ എന്തിനാ പോയി കല്യാണത്തിന് പോയത്? അതിന് സ്വാമി പറഞ്ഞ മറുപടി എന്റെ കഥ തന്നെയാണ്, എങ്കിലും എന്നെ സ്വാധീനിച്ചൊരു കാര്യം ആണ്. കല്യാണത്തിന് പോവില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് കല്യാണത്തിന് പോവില്ല എന്ന് നിശ്ചയിച്ചേ? ആ സമയം ലാഭിച്ചിട്ട് നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കല്യാണം അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ ചെന്നോ ഇല്ലയോ എന്ന് വരെ ആളുകൾ അറിയില്ല. ആ ഹാളിൽ ഇരിക്കാനും സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും മൂലയ്ക്കാവും നിൽക്കുക. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയെ നമുക്ക് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരു ദിവസം വേസ്റ്റ് ആക്കുമ്പോൾ ആ ഒരു ദിവസം കൊണ്ട് അതിനേക്കാൾ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഈ വ്യക്തി കല്യാണത്തിന് പോവില്ല എന്ന് നിശ്ചയിച്ചത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, വ്രതത്തെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ പോയില്ലെങ്കിൽ ആ കല്യാണം നടക്കില്ല. അപ്പൊ കല്യാണത്തിന് പോണം. ഇത് സാധാരണഗതിയിലുള്ള ഒരു കാര്യമാണ്. ചിലർക്ക് കിട്ടിയ ഇൻവിറ്റേഷൻ മുഴുവനെ നോക്കി ഡയറിയിൽ വെച്ചിട്ട് എല്ലാ കല്യാണത്തിനും പോക്ക് നടക്കുന്ന കാര്യമല്ല. ഒരു ദിവസം തന്നെ പല കല്യാണത്തിനും ഇൻവിറ്റേഷൻ വരും. ആ ആളൊരു സെലിബ്രിറ്റി ആണെങ്കിൽ കൂടുതൽ ഇൻവിറ്റേഷൻ വരും. പക്ഷേ നാം ചെന്നില്ലെങ്കിൽ ആ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ പോലെ ഈ യുവാവിന് അത് വലിയ വിഷമാവുകയെ. അത്തരം കല്യാണങ്ങൾക്ക് പോണം. കല്യാണങ്ങൾക്ക് പോണ്ടെന്ന് ആദ്യം പറഞ്ഞു. ധന്യമീ ജീവിതത്തിന്റെ സ്വഭാവമാണ്. പിന്നെ മറുവശം പറയും, വ്രതത്തെ സംരക്ഷിക്കണം. വ്രതത്തെ ഒരു കാരണവശാലും സംരക്ഷിക്കേണ്ട കാര്യം ഇല്ല. അതെനിക്കൊരു തീരുമാനമാണ്, കല്യാണത്തിന് പോകില്ല എന്ന്. എന്തിനാ? ആ തീരുമാനം കൊണ്ട് ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ പോകണ്ട, ഒക്കെ ശരി തന്നെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എല്ലാ കല്യാണത്തിനും വരാൻ പറ്റും. പക്ഷേ നാം അവിടെ കൃത്യം ചെന്നില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. എല്ലാ മരണ വീട്ടിലും അപ്പപ്പം എത്തിക്കൊള്ളണമെന്നില്ല, സകല മരണ വീട്ടിലും. പക്ഷെ നമ്മൾ അവിടെ ചെന്നില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതിൽ നമ്മൾ ആദ്യം പോണം. വേറെ ചില കാര്യം, നാം ചെന്നില്ലെങ്കിൽ ആ വീട്ടുകാരനോ ആ പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ വളരെ നാണക്കേടാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിനൊക്കെ പോണം. വ്രതത്തെ ഇപ്പൊ തൽക്കാലം അനവധി വ്രതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. രാവിലെ എണീറ്റിട്ട് കുളിക്കാതെ ഒരു കാര്യവും ചെയ്യാത്തവരുണ്ട്. എനിക്ക് കുളിച്ചേ പറ്റൂ. പക്ഷെ കുളിച്ചാൽ ശരിയാവാത്ത ഒരു ദിവസം ഉണ്ടാവും. അങ്ങനെ സംഭവിക്കാലോ. എനിക്കിങ്ങനെ ഒരു വ്രതമുണ്ട്. വ്രതത്തെ വ്രതം നമുക്ക് വേണം ഓരോരോ കാര്യങ്ങളിൽ. പക്ഷെ വ്രതത്തെ സംരക്ഷിക്കണ്ട. വളരെ കൃത്യനിഷ്ഠ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി 99% ഈ കൃത്യനിഷ്ഠയ്ക്ക് വേണ്ടി അദ്ദേഹം ത്യാഗം അനുഭവിക്കുന്ന ആളാണ്. കൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യമാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം തീവണ്ടിക്ക് പോവാൻ
പോകുമ്പോൾ ആര് കൂട്ടിക്കൊണ്ടുപോകണോ ആ വ്യക്തി ബോധം കെട്ട് വീണു. ഞാൻ സാക്ഷിയാണ്. എനിക്ക് കൃത്യനിഷ്ഠ വലുതാണ്. ബോധം കെട്ടവൻ ബോധം കെട്ടോട്ടെ. എന്തിനാ ഈ കൃത്യനിഷ്ഠയുള്ള വ്രതത്തെ അപ്പം സംരക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം കൂടെ ആര് കൊണ്ടുപോകണോ ആ വ്യക്തിയാണ് ബോധം കെട്ടുന്നത്. ആ വ്യക്തിയെ ആസ്പത്രിയിൽ എത്തിച്ചതിന് ശേഷം പരമാവധി കൃത്യനിഷ്ഠ നമുക്ക് വേണം. പൊതുവെ ചായ കുടിക്കാത്തവരുണ്ട്. ഞാൻ ചായ കുടിച്ചിരുന്ന ആള് ചായ കുടി നിർത്തി. അതിന് കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലാരെങ്കിലും വന്നാൽ അവർക്കൊക്കെ ചായ കൊടുക്കും. ചിലപ്പോൾ ഭാര്യ ചോദിക്കും ചായ വേണമെന്ന്, ഞാൻ വേണ്ടാന്ന് പറയുകയും ചെയ്യും. ഈ വ്യക്തിക്ക് ചായ കൊടുക്കൽ വലിയൊരു ചടങ്ങായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് വെക്കുക. 19 ആള് കാത്തു നിൽക്കുകയാണ്. എല്ലാവരും സഹസിൽ മേശയുടെ ചുറ്റും ഇരുന്നു. പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട്. ചിലപ്പോൾ അവിടെ VIP ആയിട്ട് ഈ വ്യക്തി സംസാരിക്കാൻ ചെന്നായിരിക്കും. എല്ലാവരും എണീക്കുന്നു. താങ്കളെ കാത്തു നിൽക്കുകയാണ്. നമുക്ക് തുടങ്ങല്ലേ, ചായ കുടിച്ച് തുടങ്ങാം. ആ ചായ കൂടി ഒരു കർത്തവ്യമാണ് അവിടെ. ചായ ഞാൻ കുടിക്കില്ല എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാം? പിന്നെന്താ കുടിക്കുക എന്ന് ചോദിക്കും. ഉത്തരം നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അവർക്ക് എന്തെങ്കിലും തരണ്ടേ? നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞാൽ കുടുങ്ങി. ചിലപ്പോൾ അവിടെ നാരങ്ങ ഉണ്ടാവില്ല. വാഹനം എടുത്തിട്ട് പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരു നാരങ്ങ വാങ്ങിക്കൊണ്ടുമ്പോൾ നേരത്ര പോവും നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ. നാരങ്ങ എന്നല്ല, ഏത് കാര്യമാണെങ്കിലും. ആ വ്രതത്തെ സംരക്ഷിക്കൊന്നും വേണ്ട. ഇവരൊക്കെ കഴിക്കുന്ന ചായയല്ലേ. നമ്മൾ ചായ കുടിച്ചോണ്ട് അവരുടെ ചായ കുടിച്ചിട്ട് നിർത്തിയിരുന്ന ആളല്ലേ, പണ്ട് കുടിച്ചിരുന്ന ആളാണല്ലോ. ചായ ആരോടൊന്നും മിണ്ടില്ല. സമയം വേസ്റ്റ് ആവുകയും. പറഞ്ഞു വരുന്നത് എല്ലാവർക്കും അവരുടേതായുള്ള ജീവിതത്തിലെ വ്രതങ്ങൾ വേണം. വ്രതത്തെ സംരക്ഷിക്കല് 9 മണിയായാൽ ഇങ്ങനെയാണ് എന്നുള്ള ഒരു വ്രതമുണ്ട്. ആ വ്രതത്തെ എങ്ങനെ സംരക്ഷിച്ചു എന്നാൽ വലിയൊരു പ്രശ്നം, ഒരു ദുരിതം നാം കാരണം ജനങ്ങൾക്ക് ഉണ്ടാകരുത്. അപ്പൊ ഈ സ്വാമി കല്യാണത്തിന് പോയി എന്നുള്ളത് ശരി, പതിവായിട്ട് വിളിച്ചാൽ പോവാറില്ല എന്നുള്ളതും ശരി. 2 ശരികളെ കുറിച്ച് പറഞ്ഞു. നമസ്കാരം.